ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ വളർച്ചയിലെ ഒരു നാഴികക്കല്ലാണ് ഘടനാവാദം. ഇത് ആരംഭിച്ചത് 1879-ലാണ്. ഘടനാവാദത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് വിൽഹം വൂണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1832 മുതൽ 1920 വരെയാണ്. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് വിൽഹം വൂണ്ട് അറിയപ്പെടുന്നത്. ജർമ്മനിയിലാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളത്. 1879 ആദ്യ പരീക്ഷണ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചു. സംവേദനം, പ്രത്യക്ഷണം, ഓർമ്മ, ഭാവന എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. ഘടനാവാദികൾ പ്രാധാന്യം നൽകിയിട്ടുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സംവേദനം, പ്രത്യക്ഷണം, ഓർമ്മ, ഭാവന എന്നിവയ്ക്കാണ്. മനസ്സിനെ ഘടകങ്ങളാക്കി വേർതിരിച്ചു പഠിക്കാം എന്നാണ് അവർ വാദിക്കുന്നത്. മനുഷ്യൻ്റെ സചേതനാനുഭവങ്ങളെ അപഗ്രഥിച്ച് പഠിക്കാമെന്ന് സിദ്ധാന്തിച്ചു. ഒരു രാസസംയുക്തത്തെ തന്മാത്രകളാക്കി വേർതിരിച്ചു പഠിക്കണമെന്ന പോലെ മനസ്സിനെയും ഘടകഭാഗങ്ങളാക്കി തിരിക്കാം എന്നാണ് അവർ പറയുന്നത്. ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് വൂണ്ട്. വൂണ്ടിൻ്റെ ശിഷ്യനായ ടിച്ച്നർ ഈ ശാഖയെ മുന്നോട്ട് നയിച്ചു. അദ്ദേഹത്തിന് 2 പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. വൂണ്ടിനെ ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും.